എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, അതുപോലെ തന്നെ നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു അവയർനെസ് വീഡിയോയും കൂടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ബൈക്ക് അനിയൻ ഓടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഹോൺ ബാക്കിൻ്റെ M1 ഇരിക്കുന്നുണ്ട്. ആ തുരപ്പൻ ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ഞാനും നോക്കാറില്ല ഈ വണ്ടി, അവനാണ് കൂടുതൽ ഉപയോഗിക്കാറ്. നോക്കിയേ, തുരുമ്പൊക്കെ വന്നിട്ട് തുരുമ്പ് കളയാൻ ഒന്നില്ലെങ്കിൽ നമുക്ക് പറഞ്ഞോണം എന്തിട്ടായിരുന്നു ചെയ്യുക. തുരുമ്പ് കളയാൻ വേണ്ടിയിട്ട് മര്യാദയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ലൂബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തുരുമ്പ് വരാണ്ട് നമുക്ക് ചെയ്യാട്ടോ. പിന്നെ സ്റ്റീൽ ബൈക്കാണ്, എലോയ് ബൈക്കാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ MTB മാരിൻ്റെ സെൻക്യൂട്ടിൻ 1 ഇവിടെ ഇരിക്കുന്നുണ്ട്. മൊബൈൽ ഹോൾഡറും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ടയർ നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. ടയർ മാക്സിസിൻ്റെ മാറ്റിയിട്ട് നമ്മൾ ഈ ടയർ ഇട്ടു ടൂറിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട്. അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് രണ്ടാമത്തെ ഇതിനകം തൊട്ട് മുന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ സൊമാറ്റോ ഡെലിവറി ചെയ്ത് ബോച്ചയുടെ വീട്ടിൽ പോയി. അങ്ങനെ എല്ലാ ദിവസവും 6 മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ വരുന്നുണ്ട്. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാ ദിവസവും 6 മണിക്കാണ്, ഈവനിങ് 6 മണിക്കാണ് വീഡിയോ ചെയ്യുന്നത്, ഇറങ്ങുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ടയറും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്രിപ്പിന് വേണ്ടിയിട്ട് ലൈറ്റ് വെച്ച്, ഫ്രണ്ടിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഹോൾഡർ വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ വീടിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വേറൊരു സൈക്കിൾ കാണാവുന്നതാണ് സുഹൃത്തുക്കളെ. അയ്യോ, ഞാൻ ഇരുട്ടത്തായില്ലോ. വേറൊരു സൈക്കിള് കാര്യങ്ങൾ കാണാം. ഇത് നമ്മുടെ സൈക്ലസിൻ്റെ എയറോ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ഇത് ഞാൻ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. എന്തൊക്കെ സംഘങ്ങളാണ് പേരിട്ടിട്ട് കക്കാനിറങ്ങണേന്ന് അറിയാൻ പറ്റുന്നില്ല. കുറുവ സംഘം, ആ സംഘം, ഈ സംഘം, സംഘം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ സൈക്കിൾ ഞാൻ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, വീടിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. എയറോ ബൈക്കാണ്, കുറച്ചും കൂടി കിട്ടില്ല വണ്ടിയുണ്ട്. ഞാൻ റൈഡും കാര്യങ്ങളൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. ഇതിവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഈ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ വീഡിയോസ് 18 വയസ്സിന് താഴെയുള്ളവർ കാണുന്നവർ വളരെ ചുരുക്കമാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോസ് കാണുന്നത് 18 വയസ്സിന് മുകളിലുള്ള ഉള്ളവരാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നത് എൻ്റെ അതേ ഏജ് കാറ്റഗറി വരുന്നതാണ്. 20നും 25നും വയസ്സ് പ്രായമുള്ള ആൾക്കാരുകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഓഡിയൻസ്. അപ്പോൾ ഇനി 18 വയസ്സിന് താഴെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ആരും ഞാൻ ചെയ്യുന്നത് അനുകരിക്കരുത്. ഇത് പോലീസ് സ്റ്റേഷനിൽ ജയിലിൽ പോയി കിടക്കുന്ന ഒരു പരിപാടിയാണ്. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് പറയാം. ഞാൻ തൊട്ട് മുന്നത്തെ സൊമാറ്റോ വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സൊമാറ്റോ വ്ളോഗിൽ ഒരു 500 നോട്ട് എടുത്തിട്ട് ഞാൻ ഇതുപോലെ കത്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കണതേ. 500 രൂപയുടെ നോട്ട് ഇങ്ങനെ കത്തിച്ച് കളയുന്നുണ്ടായിരുന്നു. ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ലക്ഷപ്രഭുവായതല്ല ഗൈസ്, ഞാൻ കാശുകാരനായതല്ല. ഇത് ആക്ച്വലി വീടിൻ്റെ ഉള്ളിൽ നിന്ന് ആരും കാണുന്നില്ലല്ലോ അല്ലേ. ഇത് ആക്ച്വലി ലൈക്ക് ചിൽഡ്രൻസിനെ, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇവരെന്തിനെങ്ങനത്തെ നോട്ട് ഉണ്ടാക്കണതെന്ന് കൂടി എനിക്കറിയില്ല. ഇത് ഞാൻ ആക്ച്വലി ഇത് ഒരു കെട്ടാണ്. ഇത് 500ൻ്റെ കെട്ടാണ് കേട്ടോ. 500ൻ്റെ കെട്ടാണ് നോട്ട് വരുന്നത്. ഇത് ഫുള്ള് 500ൻ്റെ കെട്ടാണ്. ഈ ഒരു കെട്ടിന് 80 രൂപയാണ് വാങ്ങിയത്. ഇത് വാങ്ങിയതിൻ്റെ ബില്ല്, ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇത് ആക്ച്വലി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഫേക്ക് മണി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഇത് ഞാൻ തൃശ്ശൂരിലെ തന്നെ ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിയതാണ്. ഇതിൻ്റെ ബില്ലും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് 500ൻ്റെ നോട്ടാണ്. ഇതിൻ്റെ സ്പെക്ക് ഞാനൊന്ന് കാട്ടിത്തരാം. ഫ്രണ്ടിൽ ഒരു ഗാന്ധിജിയുടെ, മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഉണ്ട്. അതുപോലെ തന്നെ 500 റുപ്പീസ് ഫുൾ ഓഫ് ഫൺ എന്ന് എഴുതിയിട്ടുണ്ട്. ചിൽഡ്രൻസ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് അത് ഓക്കെ. പിന്നെ ഇപ്പുറത്ത് ഇതാണ് എഴുതിയിട്ടുള്ളത്, ചിൽഡ്രൻസ് ബാങ്ക് ഓഫ് ഇന്ത്യ 500 കൂപ്പൺസ് എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതിനി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ സംഭവം നിങ്ങൾക്ക് തൊട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യന് ഈ സാധനം കയ്യിൽ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് വെറും ഒരു പേപ്പറാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എന്തൊരു ദുഷ്ടനാണ് എന്ന് ഞാൻ ഇപ്പോൾ കരുതുന്ന ഒരു ഇൻസിഡൻറ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇരിഞ്ഞാലക്കുട പള്ളി പെരുന്നാൾ. ഇരിഞ്ഞാലക്കുട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തൃശ്ശൂർ ജില്ലയിലുള്ളൊരു സ്ഥലമാണ് ഇരിഞ്ഞാലക്കുട പെരുന്നാളിൻ്റെ സമയത്ത് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഗുണ്ട് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ നോട്ടുകൾ ഗുണ്ടിൻ്റെ ഉള്ളിലുണ്ടാവും. പടക്കം പൊട്ടിക്കുന്നതിൻ്റെ സമയത്ത് ഗുണ്ട് പൊട്ടിക്കുമ്പോൾ ഇങ്ങനത്തെ ഇത് ചെതറി വരാൻ വേണ്ടിയിട്ട് ആൾക്കാരിൽ ഒരു ആവേശം പരത്താൻ വേണ്ടിയിട്ട് കാശിൻ്റെ നോട്ട് ഗുണ്ടിൻ്റെ ഉള്ളിലുണ്ടാവും. ആ നോട്ട് പറക്കിയിട്ട് വീട്ടിൽ വരുന്ന ധർമ്മം ചോദിക്കാൻ വരുന്ന ആൾക്കാരെ
പറ്റിച്ച് വിട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് കൊല്ലങ്ങൾ മുന്നാണ് കേട്ടോ. ഞാൻ എന്തൊരു ദുഷ്ടനായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. അത് ഞാൻ വളരെ ചെറുപ്പത്തിലാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം എടുത്തത്. നിങ്ങളുടെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണെന്ന് പറയണ്ട, ചെയ്യുന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് വെളിപ്പെടുത്തിയില്ല, എൻ്റെ സത്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പോൾ നിങ്ങളുടെ സത്യങ്ങൾ ഞാൻ അറിയട്ടെ, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യട്ടെ. ഒരു ബാർട്ടർ സിസ്റ്റം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അങ്ങനെ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ 10-20 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് ഈ നോട്ട് കാണുന്നത് കേട്ടോ. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ള ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് പോയി കണ്ടിട്ട് പോയോ. കാശിന് ആവശ്യമുള്ളവർ ഗൂഗിൾ പേ നമ്പർ അയച്ചു തരാം. എത്ര രൂപയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം കേട്ടോ. ചില്ലറയായിട്ട് 500-ൻ്റെ നോട്ടായിട്ട് വേണോ അതോ 20-ൻ്റെ നോട്ടായിട്ട് വേണോ, എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടുക. എത്ര കാശ് വേണമെങ്കിലും അയച്ചു തരാം. യൂട്യൂബ് റവന്യൂ വന്നതാണ് കേട്ടോ. അപ്പോൾ എത്ര കെട്ടുകണക്കിന് വന്നിട്ടുണ്ട് യൂട്യൂബിൻ്റെ റവന്യൂ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് ഒരു ഗിവ് അവേ ആയിട്ട് കാണണം. 20-ൻ്റെ ഉണ്ട്, 20-ൻ്റെ ഉണ്ട്, 100-ൻ്റെ ഉണ്ട്, 50-ൻ്റെ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. 500-ൻ്റെ ലാസ്റ്റ് ഗിവ് അവേ ഉണ്ടാവുള്ളൂ. പുതിയ ഇതിന് ഉള്ള. അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ. കാരണം നമ്മൾ കുറച്ച് ആൾക്കാരുകൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള കാരണം നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് കുറേ പേരോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത്. ഇനി നമുക്ക് പുതിയൊരു സിമ്മ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാങ്ക് ചെയ്യുന്നത് എല്ലാവരുടെയും ഒരു സ്വഭാവമാണ് കേട്ടോ. ഞാനും അതെ, പുതിയ സിമ്മ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം അമ്മേനെ വിളിക്കും, കൂട്ടുകാരെ വിളിക്കും, ഇത് വിളിക്കും, ഓരോരുത്തരെ വിളിച്ച് പറ്റിക്കാൻ നോക്കും. അതുപോലെ തന്നെ കള്ളനോട്ട് കിട്ടിയപ്പോഴും എനിക്ക് ആദ്യം പറ്റിക്കാൻ തോന്നിയത് എൻ്റെ സ്വന്തം അമ്മയെ തന്നെയാണ് സുഹൃത്തുക്കളെ. അതെ, ഇന്നലെ രാത്രി കൊണ്ടുവന്ന അന്ന് തന്നെ ഞാൻ അമ്മയ്ക്കൊരു പ്രാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അനിയനെ പിന്നെ അറിയാം, അനിയൻ കൂർമ്മ ബുദ്ധിയും മറ്റേ 6 തലയുള്ള രാവണനാണ് അവൻ. അപ്പോൾ അവനെക്കുറിച്ച് ഞാൻ പറയില്ല. അപ്പോൾ അവനെ പ്രാങ്ക് ചെയ്തില്ല, ഞാൻ അവൻ്റെ വഴിക്ക് വിട്ടിരിക്കുകയാണ്. അമ്മേനെ ഞാൻ പറ്റിച്ചു ഈ സാധനം കൊടുത്തിട്ട്. നിങ്ങൾ ആ ഒരു ഭാഗം കണ്ടിട്ട് വാ. അല്ലടാ ഇത് ഇവനെന്താ ഇനിയിപ്പോ യൂട്യൂബിൽ തന്നെ വരുമാനം കിട്ടി മൊത്തം കൊളർന്നു. ഒറിജിനൽ 80 രൂപ ഒറിജിനൽ അല്ലേ? ഞെട്ട് അങ്ങനെ കടയിൽ കൊണ്ട് കൊടുക്കണ്ട, 80 രൂപ. ഓക്കെ, നിങ്ങൾ ആ ഒരു ഭാഗം കണ്ടില്ലേ? എങ്ങനെയുണ്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ കുറേ ചിരിച്ച് മണ്ണ് തപ്പിയിട്ടാ. ഇന്ന് ആക്ച്വലി അതിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 2 എന്ന് പറയുന്നത് ഈ സംഭവം ഇങ്ങനെ പ്രാങ്ക് ചെയ്യണത് വീട്ടിലുള്ളവരെ മാത്രം പ്രാങ്ക് ചെയ്താൽ മതി കേട്ടോ. വല്ലവരും പോയി കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഒഫൻസാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ ശരിക്കുമുള്ള ഒറിജിനൽ കാശിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാനോ ഒരു കാര്യം പാടില്ല കേട്ടോ. ഇങ്ങനെ കത്തിക്കാനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഫേക്ക് മണിയാണ്. ഇത് ചിൽഡ്രൻസ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ 500 റുപ്പി കൂപ്പൺ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രാങ്ക് ചെയ്യാനും അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇതിൽ കാട്ടാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഷോ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇന്ന് ആക്ച്വലി എൻ്റെ പാവം പിടിച്ച അമ്മാമ്മയെ ഞാനിന്നൊന്ന് പ്രാങ്ക് ചെയ്യാൻ പോവാണ്. ഞാൻ അമ്മാമ്മയ്ക്ക് സ്നേഹനിധിയായ അമ്മാമ്മയുടെ പേരക്കുട്ടി 500 രൂപ കൊടുത്തിട്ട് അമ്മാമ്മയുടെ കയ്യിൽ നിന്നും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അമ്മാമ്മ ഭക്ഷണം കഴിക്കാൻ സമയം കൊണ്ട് ഞാൻ ഇവിടെ വന്നു കേട്ടാ. സ്നേഹനിധിയായ അമ്മാമ്മയുടെ മകൻ പേരക്കിടാവ് ഇന്ന് വെറും 100 രൂപയെ മാത്രമേ വാങ്ങുന്നുള്ളൂ സുഹൃത്തുക്കളെ. വെറും 100 രൂപ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എൻ്റെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന്? അത് ഈ 500 രൂപ കൊടുത്തിട്ടാണ്. 100 രൂപ അമ്മാമ്മ ആലോചിച്ച് നോക്കുമ്പോൾ ബാക്കി 400 രൂപ അമ്മാമ്മയ്ക്ക് ലാഭം. അപ്പോൾ എന്തായാലും ഈ 100-ൻ്റെ നോട്ടും 100-ൻ്റെ നോട്ടോടെ സ്പെക്കോടിഞ്ഞ് അയ്യോ കണ്ട പിടിക്കുമ്പോഴേക്കും അത് കീറി റബ്ബർ പാൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തതാണ്, കീറിപ്പോയി. ഇത് പേപ്പറാണ് കേട്ടോ. ഇത് കീറിയിട്ട് ഇവിടെ ഇടാം. ആരെങ്കിലും മണ്ണൊക്കെ തപ്പാൻ വരുമ്പോൾ ദൈവേ ഇങ്ങനെ കീറിക്കളയാനുള്ള കാശൊക്കെ എന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 100-ൻ്റെ നോട്ടിൻ്റെ സ്പെക്കോണി നോക്കുകയാണെങ്കിൽ ഈ സെയിം ഇത് തന്നെയാണ് വരുന്നത് കേട്ടോ. 100-ൻ്റെ നോട്ടിലും ഫുൾ ഓഫ് ഫണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ചിൽഡ്രൻസ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ ഉപയോഗിക്കുന്ന സംഭവമാണ്. നോട്ടിനെ നമ്മൾ ഒരു രീതിയിലും കളിയാക്കോ അല്ലെങ്കിൽ ഡിസ്റെസ്പെക്റ്റ് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. കാൽഡിയൻ അല്ല ചിൽഡ്രൻ ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ ഇതിവിടെ എന്താ വെറുതെ ഇത് പിന്നെ 100 റുപ്പി കൂപ്പൺ എന്ന് എഴുതിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് പയ്യെ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ചെറിയൊരു ഫൺ വീഡിയോ ആയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ്, ദിസ് വീഡിയോ ഈസ് ഓൺലി ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്ന് എഴുതി കാട്ടില്ല. ആ സാധനമാണ് ഇതിൻ്റെ മുന്നിൽ എഴുതി കാട്ടാൻ പണി വരണ വഴി അറിയില്ല ചിലപ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ അമ്മാമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകട്ടെ. അമ്മാമ്മയൊന്ന് സെറ്റിലായിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതെന്തായാലും നോക്കി നോക്കാം. മാമനയിലേ ഒരു 100 രൂപയുണ്ടോ? ഞാനൊരു 500 രൂപ തരാം, ബാക്കി കാശ് മാമ വെച്ചോ. എനിക്കൊരു 100 രൂപ കിട്ടി തന്നാൽ മതി, ചിലവിന് വെച്ചോ. ഉണ്ടോന്ന് ചോദിക്കേ? എന്നാ 100 രൂപ തന്നാൽ മതി. 500 രൂപ എന്താ കാശോട് എടുക്കാത്തെന്നാ? പെട്ടെന്ന് അത്യാവശ്യം വരുമ്പോ ഞാനുണ്ടാവുക. അത് ശരിയാ, വേറൊരാളുണ്ടാവില്ല. ഇടയ്ക്ക് ഞാൻ പോവാ. അത്യാവശ്യത്തിന് കാശ് തന്നെ വേണം. അതാണ് എടുക്കാത്ത. പെൻഷൻ കിട്ടിയാലും കുറച്ചൊക്കെ ചെലവാക്കി അവിടെ ഇട്ടേക്കുന്നില്ല. തിന്നാനല്ല, എന്നും വേണം. എന്തിനാ അത്യാവശ്യത്തിന് എടുക്കാൻ ആവശ്യം വന്നു. പുതിയ 500 പുതിയ 500 നോട്ടാണെന്ന്. ദൈവമേ, സീൻ. അമ്മാമ്മയുടെ റൂമിലേക്ക് അങ്ങനെ ആരും പോണത് ഇഷ്ടമല്ല കേട്ടോ. നോക്കട്ടെ, നമുക്ക് ഇവിടെ നിൽക്കാം. താഴെ ശരി. ഓണല്ലേ അമ്മാമ്മ വിചാരിച്ചു ദൈവേ. എടാ 10-75 വയസ്സായിട്ടായി ദൈവം എനിക്ക് പ്രാക്ക് തോന്നുന്നു. ഒരിക്കലും ട്രൈ ചെയ്തിട്ടാ. ദിസ് വീഡിയോ ഈസ് ഓൺലി ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഗൈസ്, ഓൺലി ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഓൺലി. ഇത് ഞാനിപ്പോൾ എന്നെ തിരിച്ചു കൊടുത്ത് 500 രൂപ ശരിക്കും കൊടുക്കാട്ടെ. എനിക്ക് പാവം തോന്നുന്നത്. ഞാൻ എൻ്റെ പൊന്നി, ആള് വിചാരിച്ചത് പുതിയ 500 നോട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പുതിയ അപ്ഡേറ്റ് ഇതായിട്ട് ഞാൻ എന്തൊരു ദുഷ്ടനാ. ഒറിജിനലും ഇത് മാറിപ്പോവും. എന്താ ഒറിജിനൽ അതിൻ്റെ ഉള്ളിൽ ഇടാട്ടാ. മാമാ സത്യം പറയാം, ഇത് വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ടേ ഇതാണ്. ഇതേ കാശല്ല, 500. ആ എന്നിട്ട് ഇത് 100ൻ്റെ ഉണ്ട്. ഇതൊക്കെ കത്തിക്കാനാ? എന്താ അത് കാശല്ല, ഇത് കാശല്ല വരണേ. ഇത് നോക്കിയേ 500. ഇത് 500ൻ്റെ? നീ 500 അല്ല എൻ്റെ അല്ല എനിക്ക് തന്നെ 100 രൂപ നീ വെച്ചു. അമ്മാമ്മനെ ബോധവൽക്കരിക്കാൻ വേണ്ടിട്ടേ ഇങ്ങനെ ആൾക്കാർ തരുമ്പോ കാശ് നോക്കിയോളോ. ഇത് കണ്ട, ഇത് പിടിക്കാൻ മനസ്സിലാക്കി തരാം. ഈ സാധനം കണ്ട, ഇത് നോട്ട് കണ്ട, ഇവിടെ കണ്ട. ഇത് നിന്ന് വായിക്കുക, അമ്മാക്ക് അറിയണതല്ല. ഫസ്റ്റ് അല്ല മാമ, എന്തായാലും എന്നിട്ട് വായിച്ചേ. ചിൽഡ്രൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ചിൽഡ്രൻ കുട്ടികളുടെ ബാങ്ക്, കുട്ടികളുടെ കളിക്കാനുള്ള നോട്ടാ. ഇതേ പറ്റിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളോട്ടെ. ഇങ്ങനെ ഇത് ആൾക്കാർ ചിലപ്പോ ഇങ്ങനെ പറ്റിക്കും, അത് ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാ. ഇപ്പൊ തരാം എന്റെ പൊന്നെ.
നോക്കിട്ട് എന്നാലും കാശ് കിട്ടും. അമ്മാമയ്ക്ക് ആദ്യം സംശയം തോന്നിയില്ലേ, പുതിയ നോട്ടാണെന്ന് ചോദിച്ചില്ലേ? ഞാൻ ഇതെന്താ കുഞ്ഞനോട്ട്? അപ്പൊ കുഞ്ഞനോട്ടാതായിരിക്കും ഇത്രയും പോയുള്ളൂ. ഇത് വായിച്ചു നോക്കിയില്ല നീ അതെ പറഞ്ഞ, പിന്നെ നിന്നെ വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ വിശ്വസിച്ചോളോട്ടെ, ഇത് ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. ദൈവം ഇനിയിപ്പോ എന്നെ ജമ്മണ്ടെങ്കിൽ വിശ്വസിക്കില്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ ഉടായിപ്പാന്ന് എല്ലാവരും പറയണത്. ഇതോടുകൂടി തീരുമാനമായി ഗൈസ്. ഞാൻ തന്നെ എനിക്കുള്ള കുഴി തോണ്ടിയിട്ടാ. ഇതൊരു രക്ഷയില്ലാത്ത നോട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, ഞാൻ പറഞ്ഞില്ലേ അമ്മാമിക്ക് ഒരു അത്രയ്ക്ക് പ്രായമായിട്ടുള്ള ആൾക്ക് ഒരു ഈ സാധനം തൊട്ട് നോക്കിയപ്പോൾ മനസ്സിലായി. പിന്നെ ആളുടെ അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോൾ ഇതായിരിക്കും പുതിയ നോട്ട് എന്ന് വിചാരിച്ച് കയ്യിലെടുത്ത് വെച്ചു കൂട്ടാ. എൻ്റെ പൊന്നെ, ഇത് എൻ്റെ ദൈവം ഇത്രയ്ക്കൊന്നും ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ്. അമ്മാമ ഫസ്റ്റ് തന്നെ കണ്ടുപിടിക്കുന്നത് വിചാരിച്ചത്. ഈ സാധനം ആക്ച്വലി കളിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കാനോ അങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും പാടില്ല കേട്ടോ. ഞാനിപ്പോൾ വീട്ടിലുള്ളവർ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ സാധനം ചെയ്തത്. എനിക്ക് പേടിയുണ്ട് ഈ സാധനം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും റെസ്പോൺസ് കേട്ടോ. എന്തായാലും അമ്മാമയ്ക്ക് ഒരു 500 രൂപ കൊടുക്കാം കേട്ടോ. പാവം. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2020 അങ്ങടാണ് 2020 അങ്ങടാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഓണത്തിന് ഞാൻ എടുത്തു കൊടുക്കും. പിന്നെ ഞാൻ അങ്ങനെ ഇത് കൊടുത്തിട്ടില്ല ചേട്ടാ. ഇത്തവണ നമുക്ക് 500 രൂപ കൊടുക്കാം ഗൈസ്, അല്ലാണ്ട് ശരിയാവില്ല. അമ്മമ്മ എപ്പോഴും വിശ്വസിക്കില്ല 500 നോട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് നോക്കിയേ, ഇനി ഞാൻ ഉണ്ടായിപ്പോന്ന് മനസ്സിലായില്ല. ഇനി ഞാൻ കാശ് കൊടുത്ത് അമ്മേനെ കൊണ്ട് കൊടുപ്പിക്കാം അല്ലാണ്ട് ഇത് നടപടിയൊന്നും തോന്നണില്ല. ഞാൻ അമ്മോട് ചോദിച്ചു കേട്ടോ. അമ്മോട് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് 500 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും വാങ്ങില്ല, നീ പെരും കള്ളനാന്ന് അമ്മാമയ്ക്ക് അറിയാം. നീ ഒരു കാര്യം ചെയ്യ്, അവിടെ പോയിട്ട് അമ്മാമ സോറി അമ്മാമ പറ്റിച്ചതിന് ഒരു സാരി എന്നാന്ന് പറഞ്ഞിട്ട് സാരി വാങ്ങി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അമ്മ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഏതോ സാരി വാങ്ങാനുള്ള ഒരു കടയിൽ വന്നിരിക്കുന്നുണ്ട്, വീടിൻ്റെ അടുത്ത് തന്നെ. ഏതാ കട അത്? മേച്ചേരി സിൽക്സിൽ നമുക്ക് സാരി വാങ്ങി കൊടുക്കാൻ കഴിയും. 500 രൂപ കൊടുത്താൽ വാങ്ങില്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരു സബ്സ്ക്രൈബറെ കിട്ടി. ഹായ്. അമ്മാമയ്ക്കൊരു സാരി കാലത്ത് പറ്റിച്ചില്ലേ ഞാൻ അതിന് പകരം ഒരു സാരി അമ്മാമയ്ക്ക് ഒരു സന്തോഷത്തിന്. ഹാപ്പി ആയില്ലേ? സന്തോഷായ? സാരി എടുത്ത് നോക്കി നോക്ക്, നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. കാര്യം അത് ശരിയാക്കാം. ഇത് സാരി നോക്കി നോക്ക്. തോർത്തുകൊണ്ടല്ല, സാരി തന്നെയാ. അത് പരസ്യം പറയല്ലേ? പരസ്യം അവർക്ക് പരസ്യം പാടില്ല. തുറന്നോക്ക്, കളർ ഇഷ്ടപ്പെട്ടോ നോക്ക്. ഇഷ്ടപ്പെട്ടാ കളർ ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ അല്ലേ? അത് മതി. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാട്ടാ. ഞാൻ ഇങ്ങനെ പറ്റിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ പ്രാങ്ക് പരിപാടികൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അങ്ങനെ ചെയ്യണത് കുറവാണ്. നമ്മൾ കൂടുതലും കുറച്ചും കൂടി നല്ല രീതിയിൽ ട്രാവൽ സീരീസ് അങ്ങനത്തെ ഇതൊക്കെയാണ്. നമുക്കിപ്പോൾ കുറച്ച് പരിമിതികളുണ്ട്. അത് ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം നിങ്ങൾ. അതിന് കുറച്ച് നാളോട് ഞാൻ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനത്തെ ചെറുവക ഇങ്ങനത്തെ വ്ളോഗുകൾ ചെയ്യണത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ളൊരു പ്രാങ്ക് കൂടി ഇതായിരിക്കും കേട്ടോ ചിലപ്പോൾ. കാരണം ബാക്കി എല്ലാം ഫ്ലോപ്പായിരുന്നു. അനിയനെ വെച്ച് പ്രാങ്ക് ചെയ്തതും അമ്മയ്ക്ക് പ്രാങ്ക് ഇതിനായിട്ട് മുന്നേ പ്രാങ്ക് വീഡിയോസ് ചെയ്തിട്ടുള്ളത് എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല എന്താ ചെയ്തിട്ടുള്ളത്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല പ്രാങ്ക് വീഡിയോസ് ഇതുപോലത്തെ. പക്ഷേ ഏറ്റവും കൂടുതൽ ചെയ്തിട്ട് അടിപൊളിയായത് എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും തോന്നുന്നുണ്ട്. കാരണം എല്ലാവരും പറ്റിച്ചു. അമ്മേനെ ആയാലും അങ്ങനെ കുറേ പറ്റിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 5-10 സെക്കൻഡ് അമ്മ ഒരു ഇതുണ്ടായിട്ട് ഒരു ലാഗ് ഉണ്ടായി. അത് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അനിയനെ പിന്നെ അനിയൻ്റെ കാര്യം ഞാൻ ഒഴിച്ചു നിർത്തിയിരിക്കുകയാണ്. അവനെ അങ്ങോട്ട് നീക്കി നിർത്താം. അമ്മാവേനും ശരിക്കും പറ്റിക്കാൻ പറ്റിയിട്ട്. പിന്നെ അമ്മാമയ്ക്ക് ഈ പ്രായമായതുകൊണ്ട് കാര്യങ്ങളിലൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ അമ്മേനും പറ്റിച്ച് എന്തായാലും ഒരു സക്സസ് റേറ്റ് നമുക്ക് കൂടുതലുള്ള ഒരു പ്രാങ്ക് വ്ളോഗായിരുന്നു കേട്ടോ ഇത് വരുന്നത്. എന്തായാലും നാളെ 6 മണിക്ക് കാണാം. തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും 6 മണിക്ക് വ്ളോഗ് ഉണ്ടാവും കേട്ടോ. നാളെ തിങ്കളാഴ്ച ആയിരിക്കും വ്ളോഗ് വരെ 6 മണിക്ക്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. കിടരൻ വ്ളോഗായിട്ട് നാളെ കാണാം. ഇങ്ങനത്തെ ഫേക്ക് മണി വെച്ചിട്ട് ആരും ചെയ്യരുത്. ദിസ് വീഡിയോ ഈസ് ഓൺലി ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഓൺലി. വേറെ ആരും ഇത് ദുരുപയോഗം ചെയ്യരുത് കേട്ടോ. അഴി എണ്ണേണ്ടി വരും, പണിയാവും കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബൈ.